ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം സന്ധ്യാനേരത്ത് പട്ടണത്തിരക്കിന്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഈ രാത്രി മാത്രമാണ് ഞാൻ ഹൂബ്ലിയിൽ തങ്ങുന്നത്. നാളെ രാവിലെ ഹംപിയിലേക്ക് പുറപ്പെടണം. ഹൂബ്ലി നഗരത്തിന്റെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ബ്രോഡ്വേ ആണ് ഇത്. 19-ാം നൂറ്റാണ്ടിൽ ഹൂബ്ലി ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്ന കാലത്തു തന്നെ നഗരത്തിലെ വ്യാപാര മേഖല കേന്ദ്രീകരിച്ചിരുന്നത് ഈ പാതയുടെ ഇരുവശത്തും തന്നെയായിരുന്നു. വസ്ത്രവ്യാപാരശാലകളും ജ്വല്ലറികളും ഇലക്ട്രോണിക് ഉൽപ്പന്ന വിപണനശാലകളുമെല്ലാം പാതയുടെ ഇരുവശത്തുമുള്ള കെട്ടിടങ്ങളിലുണ്ട്. വഴിയോരത്തുമുണ്ട് ധാരാളം കച്ചവടക്കാർ. ഹൂബ്ലിയിലെ തന്നെ ഏറ്റവും പ്രധാന ഷോപ്പിംഗ് സ്ട്രീറ്റാണിത്. വൻ വിലയുള്ളതും വളരെ ചെറിയ വിലയുള്ളതുമായ ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ ലഭിക്കും. രാത്രി വൈകുവോളം ബ്രോഡ്വേയിൽ ജനത്തിരക്കുണ്ടാവും. ഈ പാത ചെന്നു ചേരുന്നത് ഹൂബ്ലിയിലെ വലിയൊരു ചന്തയിലാണ്. അവിടെ ദുർഗത് ബെയിൽ സർക്കിൾ എന്ന സ്ഥലത്ത് ഞാൻ കാറിൽ നിന്നിറങ്ങി. വലിയ ജനത്തിരക്കുള്ള ഒരു ഭാഗം. വഴിയോര കച്ചവടക്കാരും ഓട്ടോറിക്ഷകളും ആളുകളുമെല്ലാം ചേർന്ന് ആകെ ബഹളമയം. ചേല ചുറ്റിയവരും പറുതയണിഞ്ഞവരുമൊക്കെയുണ്ട് ജനക്കൂട്ടത്തിൽ. താരതമ്യേന വില കുറഞ്ഞ വസ്തുക്കളാണ് ഇവിടെ ലഭിക്കുക. ബാഗും ചെരുപ്പുമെല്ലാമുണ്ട്. പൂക്കച്ചവടക്കാരാണ് മറ്റൊരു കൂട്ടർ. ദുർഗത് ബെയിൽ പൂക്കച്ചവടത്തിന് പേരുകേട്ട പ്രദേശമാണ്. രാവിലെയും വൈകുന്നേരവും ധാരാളം പൂക്കച്ചവടക്കാർ പാതയോരങ്ങളിൽ നിരക്കും. ഇങ്ങനെയുള്ള കച്ചവടക്കാർ മാത്രമല്ല, പാതയോരത്തെ കെട്ടിടങ്ങളിൽ ധാരാളം ഫ്ലവർ സ്റ്റാളുകളുമുണ്ട്. വിൽപ്പനയോടൊപ്പം ഇവിടെ ഇരുന്ന് തന്നെ മുല്ലപ്പൂ കൊണ്ട് മാല കുറുക്കുകയും ചെയ്യുന്നുണ്ട് ഈ സ്ത്രീകൾ. ഡക്കാൻ പീഠഭൂമിയുടെ ഹൃദയഭാഗമാണ് ഹൂബ്ലി എന്ന് പറയാം. ഡക്കാന്റെ എല്ലാവിധ കാഴ്ചകളും അനുഭവങ്ങളും ഇവിടെ നിന്നും ലഭിക്കും. മുഖംമൂടികളില്ലാത്ത ജീവിതമാണ് ഇവിടെ കാണാനാവുക. ഇവിടെ ഒരു ബാലൻ കുറച്ച് പണിയായുധങ്ങളും പാത്രങ്ങളും വിൽക്കാനിരിക്കുന്നുണ്ട്. ഏതോ നാടൻ കൊല്ലന്റെ ആലയിൽ നിർമ്മിതമായ ഉൽപ്പന്നങ്ങളാണ്. കച്ചവടത്തിലൊന്നും താല്പര്യമില്ലാതെ അവൻ വേറെ ജോലിയിലാണ്. വില കുറഞ്ഞ വസ്ത്രങ്ങളുടെ വലിയൊരു വിപണിയാണിത്. എണ്ണമനുസരിച്ചല്ല, തൂക്കിയാണ് തുണി വിൽപ്പന. ബ്രോഡ്വേയിലൂടെയാകട്ടെ മനുഷ്യരും വാഹനങ്ങളും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥ ഇന്ത്യ അനുഭവവേദ്യമാകണമെങ്കിൽ ഇത്തരം തെരുവുകളിലേക്ക് വരണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. വഴിയോരത്തെ തുണിക്കടകളിൽ വർണ്ണവസ്ത്രങ്ങളുടെ ശേഖരമാണ് കാഴ്ച. ചിത്രപ്പണികളുള്ള പെൺവസ്ത്രങ്ങൾ ശരിക്കും ഒരു കലാരൂപം തന്നെയാണ്. മിറർ വർക്കുകളുള്ളതും മുത്തുകൊരുത്തതുമെല്ലാമായ വസ്ത്രങ്ങൾ. അതങ്ങനെ വിവിധ നിറങ്ങളിൽ അത് വാങ്ങുന്നയാൾക്കും നഷ്ടമില്ല. എന്റെ ക്യാമറ കൗതുകം തെരുവിലെ തിരക്കുകൾക്ക് ശമനമായിട്ടില്ല. വടക്കൻ കർണാടകത്തിന്റെ ബിസിനസ് ഹബ്ബാണ് ഹൂബ്ലിയും ധാർവാഡും ഉൾപ്പെടുന്ന പ്രദേശം. ഉള്ള സമയമായതിനാലാവാം അങ്ങനെ ഒരു കുറഞ്ഞ വാടകയ്ക്ക് മുറി ലഭ്യം. Giro non la coperta tu per casa no?